16-ാം നൂറ്റാണ്ട്. തറയ്ക്കൽ വാര്യത്തെ ഉണിക്കണ്ട വാര്യർ കോഴിക്കോട് സാമൂതിരിയിൽ നിന്ന് പട്ടും വളയും സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പടനായകനായി. സാമൂതിരി അദ്ദേഹത്തിന് മേനോൻ സ്ഥാനവും കൽപ്പിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരും സാമൂതിരിയുടെ പ്രീതി സമ്പാദിച്ചു. കാലക്രമത്തിൽ അവരുടെ പ്രവൃത്തികളിൽ സന്തുഷ്ടനായ രാജാവ് അവരെ അദ്ദേഹത്തിന്റെ സാമന്തന്മാരും മാടമ്പിമാരുമായി അവരോധിച്ചു. ഇത് ചരിത്രം. ചരിത്രത്തിന്റെ താളുകളിലൂടെ ഓടിച്ചു നോക്കിയാൽ തറയ്ക്കൽ വാര്യർമാർ പിന്നീട് തെക്കേ മലബാറിലെ ഒരു പ്രധാന കൂട്ടുകുടുംബമായി മാറുന്നത് കാണാം. നാലുകെട്ടുകളും കുളപ്പുരമാളികയും പത്തായപ്പുരകളും ക്ഷേത്രങ്ങളും ചേർന്ന ഒരു വലിയ ഗൃഹസമുച്ചയമായി അത് നൂറ്റാണ്ടുകളിലൂടെ മാറുകയായിരുന്നു. സാമൂതിരിയുമായുള്ള ബന്ധം പലപ്പോഴും ഉലയുകയും ഒരു സന്ദർഭത്തിൽ തറയ്ക്കൽ വാര്യർ തന്നെ അദ്ദേഹത്തിനെതിരായി പടവെട്ടിയതായും ചരിത്രം പറയുന്നു. ഒരു സാമൂതിരിയാൽ മൂലഗൃഹം തന്നെ വിട്ടൊഴിഞ്ഞ് വിദൂര സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. എന്നാലും പലപ്പോഴായി തറവാട്ടുകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന കാരണവന്മാർ ഈ ഗൃഹത്തെ കാലക്രമേണ സമ്പന്നതയിലേക്ക് എത്തിച്ചു. 1762 നാലുകെട്ടും 1875 കുളപ്പുരമാളികയും ബാലനരസിംഹ ക്ഷേത്രവും പണി കഴിപ്പിച്ചു. 1950കളിൽ നിലവിൽ വന്ന ഭൂനിയമവും അതിന് വളരെ മുമ്പ് തന്നെ കേരളത്തിൽ നടന്ന സാമൂഹ്യ നവോത്ഥാനവും മറ്റ് കൂട്ടുകുടുംബങ്ങളെപ്പോലെ തറയ്ക്കൽ വാര്യത്തെയും ഉലച്ചു എന്ന് പറയാം. ആരോടും പ്രതിഷേധിക്കാതെ ആ നവോത്ഥാന മൂല്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ തറവാട്ടിലെ അംഗങ്ങൾ കുറച്ചായി ഈ തറവാട് കൈയൊഴിയുകയായിരുന്നു. 100-ലധികം പേർ ഒന്നിച്ച് താമസിച്ചിരുന്ന നാലുകെട്ടും പത്തായപ്പുരകളും കുളപ്പുരമാളികയും 1-2 പേർ മാത്രം താമസിക്കുന്ന വാസസ്ഥലമായി മാറി. അതും ചരിത്രം.